കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുമായി കേരളത്തിലെ മുതിർന്ന രൂപതാധീശനും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശമുള്ളത്. എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിന്ന വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തിയിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതാണ് മാർ താഴത്തിന്റെ പരാമർശം. നവമി ദിനേശ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. നവമി, വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ്. കാരണം കത്തോലിക്ക സഭയിലെ ഈ കുർബാന തർക്കം വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ഒരു പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു ഗ്രൂപ്പ് ഇടപെട്ടു എന്ന ആക്ഷേപം, അദ്ദേഹം ഈ ആക്ഷേപം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് തെളിവുകളുടെ, എന്ത് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആൻഡ്രൂസ് താഴത്തിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? അതിൻ്റെ സാഹചര്യം എന്താണ്? സജിത്ത്, ദീപിക മുഖപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം അഭിമുഖം നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘടിച്ചു നിൽക്കുന്ന സഭാവിഭാഗത്തെ ഭിന്നിപ്പിച്ച് തകർക്കാമെന്ന് ചില തീവ്രവാദ സംഘടനകൾ കണക്ക് കൂട്ടുന്നതായാണ് അദ്ദേഹം പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ അനുസരിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം പറയുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതികളിൽ ചിലത് സിറോ മലബാർ സഭ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയിലും ചില തീവ്രവാദ മനോഭാവമുള്ളവരുണ്ട്. ഇവരെയാണ് പരോക്ഷമായി, അല്ലെങ്കിൽ ഇവരെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്നത്. അവരിലൂടെ നുഴഞ്ഞു കയറി ഈ സഭയെ തന്നെ ഭിന്നിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനുള്ളത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ വർഗീയത വളർത്തുന്നതിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്രൈസ്തവരിൽ വർഗീയത സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുണ്ടെന്നാണ് തന്റെ നിരീക്ഷണം. ഓരോ വർഷവും കഴിയുന്തോറും കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാകുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത്, RSS വേറൊരു ഭാഗത്ത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും ഈ ക്രൈസ്തവരുടെ കുറവ്, അത് വലിയ പ്രത്യാഘാതമായിരിക്കും സഭയിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഒരുപാട് പേർക്ക് വിവാഹം നടക്കുന്നില്ല. 12ാം ക്ലാസ് എത്തിയാൽ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മതിയായി. ഇതൊക്കെ വലിയ രാഷ്ട്രീയമായി തന്നെ സഭയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടി ആയിരിക്കും ഉണ്ടാകുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും രൂക്ഷമായി വിമർശിക്കുക കൂടിയാണ് മാർ ആൻഡ്രൂസ് താഴത്ത്. അതിൽ നമുക്കറിയാം, ഈ കുർബാന ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം തന്നെയായിരുന്നു ഈ സിറോ മലബാർ സഭയുടെ കീഴിൽ നടന്നിരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന വിവിധ വിഭാഗത്തെ പിന്തുണച്ചത് ഈ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അത് ഒരു ഉദ്യോഗസ്ഥൻ, ഈ പോപ്പുലർ ഫ്രണ്ടിൽ റെയ്ഡ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചത്. അവരുടെ ഉദ്ദേശം തന്നെ ഈ സഭയെ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കുക, ഒന്നിച്ചു പോകുന്ന ക്രൈസ്തവ സഭയെ ഭിന്നിപ്പിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ സംഭവം നടക്കുന്ന, അതായത് ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്ന ആളുകളിലേക്ക് നുഴഞ്ഞു കയറി അവരിലേക്ക് വലിയ രീതിയിൽ സഭയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ വലിയൊരു വർഗീയത നാട്ടിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയ സംഘടനകളും പിന്തുണ നൽകുന്നുണ്ട്. രാഷ്ട്രീയക്കാരും അതിൽ പിന്തുണ നൽകുന്നുണ്ട്. അതിലൊന്ന് RSS കൂടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ. നവമി, ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു പിളർപ്പിന്റെ വക്കിൽ പുതിയൊരു സഭ തന്നെ രൂപീകരിക്കപ്പെട്ടേക്കാം, ഏതൊരു ക്രൈസ്തവ വിഭാഗം തന്നെ രൂപീകരിക്കപ്പെട്ടേക്കാം എന്ന തോന്നൽ ഉളവാക്കിയതാണ്. പക്ഷേ അവിടെ നിന്നാണ് പിന്നീട് വെടിനിർത്തൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായ ആരോപണത്തിനും അപ്പുറം RSSനെയും ഈ വിഷയത്തിൽ, അതായത് രൂപതയിലെ ഈ കുർബാന തർക്ക വിഷയത്തിൽ RSSന്റെ കൂടി ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടോ? അതോ PFIയുടെ ബന്ധം മാത്രമാണോ അദ്ദേഹം ആക്ഷേപമായി ഉന്നയിക്കുന്നത്?
അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജിത്ത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിന്ന വിമതർ അവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് തനിക്ക് അറിയാവുന്നത്. ഇതൊരു കുൽസിത നീക്കമായിട്ടാണ് ഇതിന് പിന്നിലുള്ളത്. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സമുദായമായ സിറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു PFIയുടെ ലക്ഷ്യം. അതിനെ ഒറ്റക്കെട്ടായി തോൽപ്പിക്കുമെന്ന് മാർ ആൻഡ്രൂസ് താഴത്തിൽ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ RSSനെ കൂടി വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതിൽ ക്രൈസ്തവരിൽ വർഗീയത സൃഷ്ടിക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനയുടെ പിന്തുണയുണ്ടെന്നാണ് തന്റെ നിരീക്ഷണം. ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിലടക്കം തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാകുകയാണ്. അത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി എന്നും മറ്റൊന്ന് RSS എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ RSSനെ കൂടി രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ഈ കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ വളർച്ച, അതിന് പിന്തുണ നൽകുന്നതിൽ ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് RSS എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെയും RSSനെയും രണ്ടുപേരെയും വിമർശിക്കുന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇത് ഒരു ഷൈജു ആന്റണി, ആൽമായ മുന്നേറ്റ സമിതിയുടെ പ്രസിഡന്റ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ഷൈജു ആന്റണി, കുർബാന തർക്ക വിഷയത്തിൽ വിമത വിഭാഗത്തിന് PFIയുടെ പിന്തുണയുണ്ടായിരുന്നു, തനിക്കതിൻ്റെ തെളിവുകൾ ഒരു ഉദ്യോഗസ്ഥൻ നൽകി കഴിഞ്ഞു. ഇതാണ് ആൻഡ്രൂസ് താഴത്ത് പറയുന്നത്. അങ്ങനെ പിന്തുണ കിട്ടിയിരുന്നോ നിങ്ങൾക്കൊക്കെ? ഒന്നാമത്തെ കാര്യം, ആൻഡ്രൂസ് താഴത്ത് അങ്ങനെയല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ തെളിവ് നൽകിയെന്നല്ല, ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം എന്നതിനകത്ത് പറഞ്ഞിട്ടില്ല, സീറോ മലബാർ സഭയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസിയാണ് പറഞ്ഞത്? അദ്ദേഹവും മാർ കർദിനാൾ ആലഞ്ചേരിയും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉള്ള ആളുകളാണ്. അവർക്കെതിരെ അന്വേഷണം അതേ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ ഏജൻസികൾ നടത്തിയതിന്റെ തെളിവുകളുണ്ട്, ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അങ്ങനെ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് അതേ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഇദ്ദേഹം ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും ഔദ്യോഗിക രഹസ്യം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ്? ഇതിന്റെ പേരിലാണോ, ഈ ഉദ്യോഗസ്ഥൻ വഴിയാണോ ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെല്ലാം തടസ്സപ്പെട്ടത്? ആ അന്വേഷണങ്ങളെല്ലാം ഇന്ന് മരവിച്ചു പോയ അവസ്ഥയിലാണ്. ഇവരാരും ഒരിക്കൽ പോലും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ തടസ്സപ്പെടാൻ ഈ ഉദ്യോഗസ്ഥനാണോ കാരണക്കാരൻ? എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു വിവരം അറിഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പ്രതിയായ ഒരു മെത്രാന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? അദ്ദേഹം പറയേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഉന്നതാധികാരികളോടാണ്. കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ കേസിലെ പ്രതിയായ ഒരു മെത്രാനെ കണ്ടിട്ടാണ് ഈ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് CBCIയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാർ താഴത്ത് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകണം. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും മെത്രാപ്പോലീത്തൻ വികാരിക്കും ഇതേ നിലപാട് തന്നെയാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മറ്റൊന്ന്, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതിനകത്ത് RSSനെ വിമർശിച്ചു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുമ്പോഴും RSSന് സഹായകമായ നിലപാടുകളാണ് ആ അഭിമുഖത്തിലുടനീളം കാണുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിച്ചു എന്നതിനകത്ത് പറയുന്നു. കേരളത്തിൽ LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണ് എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനു മുമ്പ് സമാനമായ സാഹചര്യങ്ങളിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ SNDPയുടെ ആസ്ഥാനത്തും NSSന്റെ ആസ്ഥാനത്തുമൊക്കെ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്നു.
അതുപോലൊരു ശ്രമം ഇന്ന് സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സമിതിയുടെ ആസ്ഥാനത്ത് നടന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്ന മറ്റൊരു കാര്യം. മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയിൽ നുഴഞ്ഞു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ അത്ര നിസ്സാരമായ ഒരു വെളിപ്പെടുത്തലല്ല. അത് ഒരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതിവിദൂര സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തി കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനും ആ വെളിപ്പെടുത്തി കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്യണം. ഇനി അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചോടാൻ പറ്റില്ല. ഇത് CBCIയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് ഇതേ നിലപാട് തന്നെയാണോ എന്ന് CBCI വെളിപ്പെടുത്തണം. കേരളത്തിൽ LDFും UDFും ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണെന്നും കേരളത്തിൽ മുസ്ലിം സമുദായം ക്രിസ്ത്യാനികൾക്കിടയിൽ കടന്നു കയറി ഭിന്നിപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുകയാണെന്നുമുള്ള ഒരു നിലപാട് CBCIക്കും സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിനും ഇതേ നിലപാട് തന്നെയാണോ ഉള്ളതെന്നും അല്ലെങ്കിൽ ഈ പ്രതികളായ 2 മെത്രാന്മാരുടെ വ്യക്തിപരമായ അഭിപ്രായമാണോ എന്നും അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമേ ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയും. ശരി, ഷൈജു ആന്റണി, താങ്കൾ ഒന്ന് തുടരുക. കെന്നഡി കരിമ്പുകാല കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ കെന്നഡി കരിമ്പുകാല, ആൻഡ്രൂസ് താഴത്തിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഷപ്പാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? കാരണം ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാക്കാവുന്ന ഒരു കമ്മ്യൂണൽ സ്പ്ലിറ്റ് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ, കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാവുന്നതാണ്. കാരണം അദ്ദേഹം യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതരുത്. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ചെയർമാനാണ്. CBCIയുടെ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ കാത്തലിക് ബിഷപ്പുമാരുടെ അധ്യക്ഷനാണ്, പ്രസിഡന്റാണ്. അത്രയും വലിയൊരു ചുമതലയിൽ ഇരുന്നുകൊണ്ട് വെറും വിൺവാക്ക് പറയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് കരുതരുത്. അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കാച്ചിട്ടാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിന് തെളിവുണ്ടാവും. ആധികാരികതയോട് തന്നെയായിരിക്കും പറഞ്ഞത്. പിന്നെ തെളിവ് ചോദിക്കുന്നത് എന്താർത്ഥം? നമ്മുടെ മുന്നിൽ നിവർന്ന് കിടക്കല്ലേ ഈ സീറോ മലബാർ സഭയിൽ എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതല്ലേ. ഇവര് കഴിഞ്ഞ കുറെ നാളുകളായി എന്താണ് അരങ്ങേറിയതെന്ന് കണ്ടതല്ലേ. സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ നാടകങ്ങളൊക്കെ കണ്ടതല്ലേ. അത് ശരി തന്നെയാണ്, തർക്കമൊക്കെ ഉണ്ടായി. പക്ഷേ അതല്ല, ഇതിൽ PFI പോലെ ഒരു സംഘടന ഇടപെട്ടു എന്ന കാര്യം ഇപ്പോഴാണ് പറയുന്നത്. ഇതൊരു അന്വേഷണ ഏജൻസിയും മുമ്പ് പറഞ്ഞു കേട്ടില്ല, മാധ്യമങ്ങൾ വാർത്തയായിട്ടില്ല. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പറയുമ്പോൾ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊരു 2 മുഖങ്ങളുണ്ടല്ലോ, ഒരേ സമയം അപകടമാണ് രണ്ടും. തെറ്റാണ്. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, നിങ്ങൾക്ക് ഓർമ്മക്കുറവാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2-3 വർഷത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഈ സഭയ്ക്കെതിരെ സഭയ്ക്ക് ഉള്ളിൽ ആളുകൾ നുഴഞ്ഞു കയറുന്നു, ഫണ്ടിങ് നടത്തുന്നു. കാര്യം ഇവിടെ ഒരു വിമത വിഭാഗം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങോളം ഇങ്ങോളം വൻ റാലികൾ, വൻ പ്രകടനങ്ങൾ, മുഴുവൻ തറ്റുകാശ് കൊടുത്തുകൊണ്ട് മുഴുവൻ, അതായത് ഓരോ ജോലി ബിസിനസ്സും ചെയ്യുന്നവരൊക്കെ മാസങ്ങളോളം ഒരു പണിക്കും പോകാതെ ഓരോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവർക്കൊക്കെ മുഴുവൻ ചെലവും കൊടുത്ത് വണ്ടിയും വാഹനങ്ങളും ഒക്കെ വമ്പൻ റാലികളും ഒക്കെ നടത്തി വലിയ രാഷ്ട്രീയ പാർട്ടികളും വലിയ ഈവന്റ് മാനേജ്മെന്റുകൾ നടത്തുന്ന പോലുള്ള പരിപാടികൾ. ഈ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇവരെങ്ങും പിരിവെടുത്തതായിട്ട് നമുക്കറിയില്ല. ഇവർക്ക് ഫണ്ട് എവിടുന്ന് കിട്ടി? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ട് കുറെ കാലമായി. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഫണ്ട് കിട്ടിയെന്ന് തന്നെ കരുതാം. അങ്ങനെ തന്നെ കരുതിയാലും അത് PFIയുടെ ഫണ്ടാണ് എന്നത് ഉറപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഗുരുതര ആക്ഷേപമാണല്ലോ ആ ഉന്നയിച്ച. അങ്ങനെ ഒരു സംഘടന മറ്റൊരു സംഘടന അതിൻ്റെ അകത്ത് ഇടപെട്ടു എന്നതിന്റെ തെളിവുകളുണ്ടോ? ഞാൻ പറയട്ടെ, ഇത് കുറച്ചുകൂടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സീറോ മലബാർ സഭയിലെ, ഞാൻ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അഭിമന്യൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു വ്യക്തി വടക്കൻ ജില്ലകളിൽ ഒരു സ്ഥലത്ത് മാസത്തിൽ 2-3 പ്രാവശ്യം പോയിരുന്നതും ചിലരുമായി കണ്ടിരുന്നതിനും സഭയ്ക്ക് തെളിവുണ്ട്, പിന്നീട് തെളിവുണ്ട്. അദ്ദേഹം പണം കൈപ്പറ്റാനല്ലാതെ വേറെ എന്തിനാണ് എല്ലാ മാസം പോയത്? അദ്ദേഹം ഈ എറണാകുളത്തെ പ്രശ്നത്തിന്റെ പിന്നിലുണ്ട് താനും. അങ്ങനെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് തന്നെ സഭയ്ക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വത്തിക്കാനിലേക്ക് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സഭാ നടപടി ഒരു ഘട്ടത്തിൽ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണല്ലോ അത് പറയുന്നത്. നിങ്ങൾ നേരിട്ട് പോയി ചോദിക്കൂ.
സഭയ്ക്കുള്ളിലെ കാര്യമാണ്. അതുകൊണ്ട് പറയുന്നതിനൊരു എന്താ പറയുക, ഒരു കുറച്ചൊക്കെ മറച്ചേ പറയാൻ കഴിയൂ. അത്തരം ഒരു കാര്യങ്ങളായത് കാരണം, മതപരമായ ഒരു കാര്യമായത് കാരണം. തീർച്ചയായും താങ്കൾ ദയവായും തുടരുക. ശ്രീ കെന്നഡി കരിമ്പുകാല ഒന്ന് തുടരുക. ഷൈജു ആന്റണി ഉണ്ട് നമുക്കൊപ്പം. ഷൈജു ആന്റണി, അതിഗുരുതരമാണ് ഈ ആൻഡ്രൂസ് താഴത്ത് ഉന്നയിച്ചേക്കാൾ ഗുരുതരമാണ്. വടക്കൻ കേരളത്തിൽ ചിലയിടത്തൊരു പ്രധാനപ്പെട്ട ഈ അൽമായ മുന്നേറ്റത്തിനൊപ്പം നിന്ന, അല്ലെങ്കിൽ വിമത വിഭാഗമെന്ന് ആക്ഷേപിക്കുന്നവർക്കൊപ്പം നിന്ന ഒരു വൈദികൻ വടക്കൻ കേരളത്തിൽ ഒരിടത്ത് നിന്ന് കൂടിക്കാഴ്ച നടത്തുകയും ഫണ്ട് വാങ്ങുകയും ചെയ്തു എന്ന വലിയൊരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെടുന്നു. എന്നടി പറഞ്ഞത് വൈദികൻ എന്നല്ല, അഭിവന്ദ്യൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെത്രാൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഒരു മെത്രാനെതിരെയാണെന്നാണ് കന്നഡി പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ മെത്രാനെതിരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തണമെന്ന് ഞാൻ ഈ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് അദ്ദേഹം വെളിപ്പെടുത്തണമെന്നേ. അദ്ദേഹത്തിനെ സഹായിച്ച ഉദ്യോഗസ്ഥൻ ആരാണ്? അദ്ദേഹത്തിനെതിരെയും കർദിനാളിനെതിരെയുമുള്ള കേസുകൾ നിന്നുപോയത് എങ്ങനെയാണ്? അത് ഈ ഉദ്യോഗസ്ഥൻ വഴിയാണോ? ഈ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്? അത് അദ്ദേഹം വെളിപ്പെടുത്തണം. ശ്രീ കെന്നഡി കരിമ്പുകാല, ഇക്കാര്യത്തിലെ ഇതൊരു അന്തരീക്ഷത്തിൽ ഈ വിഷയങ്ങളെ നിർത്താതെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ തെളിവുകൾ എന്തുകൊണ്ട് കൈമാറുന്നില്ല? കാരണം സഭയിൽ ഒരു സ്പ്ലിറ്റിന്റെ അങ്ങേയറ്റം എത്തിയതാണ്, അത്തരമൊരു സംഭവം ഉണ്ടായതാണ്. അപ്പോൾ ഈ തെളിവുകൾ കൈമാറാതെ ഇപ്പോൾ ഇത് ചില സൂചനകളായി പുറത്തുവിടുന്നതിൽ എന്താണ് അർത്ഥം എന്നതാണ് ആക്ഷേപം. അല്ല, അത് ആക്ഷേപമൊന്നും അല്ലാന്നേ. അതൊക്കെ വളരെ ബുദ്ധിപൂർവമായ അവരുടെ ചില ഇടപെടലുകളാണ്. എന്ന് പറഞ്ഞാൽ അത് തെളിവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ പറയണം, ഇങ്ങനെ കുറെ പുകപടനം ഉണ്ടാക്കണം എന്ന് മാത്രം കരുതിയിട്ടാണ്. അത് മാത്രമല്ല, അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മുസ്ലിം നസ്രാണി തർക്കമുണ്ട് എന്ന് വരുത്തി തീർക്കണം. അത് വളരെ ബോധപൂർവമായ ഒരു പരിശ്രമമാണ്. അത് കുറെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ തുടർച്ചയാണിത് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ കെന്നഡി കരിമ്പുകാല, കേൾക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ സംഘപരിവാറിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ആക്ഷേപമാണ്. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആൻഡ്രൂസ് താഴത്തിന്റെ ഭാഗം കോട്ടിയതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അടക്കം ED അന്വേഷണം അടക്കം നേരിടുന്നവർ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ഒട്ടു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ ആക്ഷേപം ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എന്നതാണ് പറയുന്നത്. ആ പറയുന്നതിനകത്തും ഒരു അടിസ്ഥാനമില്ല. കാരണം ED അന്വേഷണത്തിനൊന്നും ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും ഒരു മെത്രാന്മാർക്കോ ആർക്കെങ്കിലും ഭയക്കണമെന്ന്. കാര്യം അവരൊന്നും വ്യക്തിപരമായി ഫണ്ട് ഉണ്ടാക്കുന്നവരല്ല. ബാക്കി സഭയ്ക്കാകമാനം ഒന്നിച്ചുള്ള ഉത്തരവാദിത്തങ്ങളെ സഭയ്ക്കുള്ളൂ. അതിന് അവരെന്തിനാ ഭയപ്പെടുന്നത്? അതൊക്കെ വെറുതെ ഒരു നരേറ്റീവ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ ആളുകളെ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ അബദ്ധത്തിൽ ഇങ്ങനെ പറഞ്ഞ് അത് ആളുകൾ അറിയാൻ മേലാത്തൊരു വിശ്വാസത്തിലെടുക്കും. ഞാൻ ചോദിക്കുന്ന 6-7 വർഷം അത് വസ്തുതയല്ലേ? കെന്നഡിക്ക് അറിയാവുന്നതല്ലേ? ED 8 ദിവസം പരാതിക്കാരനെ ചോദ്യം ചെയ്തു. അതിനുശേഷം ഒരു പലവട്ടം ജോഷി പൊതുവെ ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞ് കർദിനാൾ ആലഞ്ചേരിക്ക് നോട്ടീസ് അയച്ചു. ഇത് ആർക്കാണ് അറിയാത്തത്? ഇത് എല്ലാവർക്കും അറിയാമോ? ഞാൻ പറയട്ടെ ഇതാണ് തെറ്റിദ്ധാരണ വരുത്തുന്നത് പറഞ്ഞത്. മാർ ജോർജ് ആലഞ്ചേരിയെ ചോദ്യം ചെയ്തെങ്കിൽ അത് സഭയുടെ MAB മഹേജൻ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലാണ്. ജോഷി അച്ഛനെ ചോദ്യം ചെയ്തെങ്കിൽ അത് സഭയുടെ പ്രൊക്കോട്ടർ എന്ന നിലയിലാണ്. ഇതൊക്കെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണവും ഈ പ്രചരണത്തിലൂടെയാണ് ഇവർ പിടിച്ചു വയ്ക്കുന്നത്. ഇവർക്ക് പിടിച്ചു വയ്ക്കണമെങ്കിൽ ഇത്തരം പ്രചരണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി അവർ എന്തും പറയും. ഞാൻ ചോദിക്കുന്നത്, ഒരു 8-10 കൊല്ലത്തോളമായി ഒരു സംഘം ആളുകൾക്ക് ചെലവിനും കൊടുത്ത് റാലിയും നടത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫണ്ട് എവിടെ കിട്ടി? കോടിക്കണക്കിന് രൂപ ഇത് വേണ്ടി വരും. എവിടെ കിട്ടി കാശ്? ഈ ഫണ്ട് അതാ പറഞ്ഞത്. പ്രോപ്പറായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് കെന്നഡി തന്നെ പറയണം. കെന്നഡി ആർക്കാണ് ചെലവിന് കൊടുത്തതെന്നുള്ളതൊക്കെ കെന്നഡി തന്നെ പറയണം. നമുക്കറിയാൻ പാടില്ല. ഞങ്ങളാരും ഞങ്ങൾക്ക് ചെലവുകളൊന്നും പരിപാടിയില്ല. അതൊക്കെ കെന്നഡി പറയേണ്ട കാര്യമാണ്. ഞങ്ങൾക്കറിയില്ല. അല്ല, ഞാൻ പറയട്ടെ, കുറെ നാളുകളായി നിങ്ങൾ ചെലവിന് കൊടുത്ത് കുറെ ആളുകളെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയണമെന്നേ. അത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ കുറെ നാളുകളെ ഇത് ചെലവിന് കൊടുത്ത് കൊണ്ടു നടക്കുന്നു. നിങ്ങൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് അതിശക്തമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കുറെ സംഘത്തെ ഉണ്ടാക്കുകയും നിങ്ങൾ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൊടുത്തത്. അതിനെല്ലാത്തിനും നിങ്ങളിപ്പോ മൾട്ടി കളർ പോസ്റ്റർ വരെ അടിച്ച് കേരളം മുഴുവൻ പഠിച്ചു. എന്തോരം പരിപാടിയാണ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ എവിടെ നിന്നാണ് കാശുണ്ടാവണമെന്ന് നിങ്ങൾ തന്നെ പറയണം. അല്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, ഞാൻ അത്യാവശ്യമായിട്ട് വേറൊരു മീറ്റിംഗ് കയറുന്നതുകൊണ്ട് ഇത് കട്ട് ചെയ്യാണ് കേട്ടാ.
ശരി, ഷൈജു ആന്റണി തിരക്കിലാണ്. ശ്രീ കെന്നഡി കരിമ്പുകാല, ഈ പണം വാങ്ങി വടക്കൻ കേരളത്തിൽ പോയി പണം വാങ്ങി അങ്ങനെയൊക്കെയുള്ള കാര്യം പറയുമ്പോൾ അതിനൊരു കൃത്യമായ തെളിവ് വേണ്ടേ? അങ്ങനെ ഒരു തെളിവില്ലാതെ ഈ ആക്ഷേപം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ അല്ലെ ഈ സഭയിലെ ഈ സ്പ്ലിറ്റ് ഉണ്ടായ സമയത്തൊക്കെ നിങ്ങൾക്കത് എത്തിക്കാമായിരുന്നില്ലേ? ഇപ്പോൾ ഇതിങ്ങനെ ചില സൂചനകളായി പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് പിന്നിലല്ലേ എന്ന ആക്ഷേപം ശരിയായി ഉണ്ടായി വരില്ലേ? അത് സ്വാഭാവികമല്ലേ? പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല. എന്ത് രാഷ്ട്രീയ ലക്ഷ്യം? പുരോഹിതർക്ക് എന്ത് രാഷ്ട്രീയം? അവരുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയുന്നു. കാരണം അവർക്ക് ഒരുപക്ഷെ എന്താ പറയുക, ഒരു സഹിക്കാവുന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു പോകുന്നതായിരിക്കാം. കാരണം ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. വത്തിക്കാനിലും കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. 2-3 വർഷം മുമ്പേ MAB മേജർ ആർച്ച് ബിഷപ്പ് തന്നെ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്നും പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നമ്മുടെ ഈ ലവ് ജിഹാദിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്, ലവ് ജിഹാദ് ഉണ്ടോ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ലവ് ജിഹാദ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ലവ് ജിഹാദിന് തുല്യമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ? അത് നടക്കുന്നുണ്ട്, അത് നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന ആ വാക്കിൽ പിടിക്കാതെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഇവർക്ക് ഫണ്ട് എവിടുന്ന് കിട്ടി? ഇവർ ഈ 8-10 വർഷമായിട്ട് ഇങ്ങനെ പ്രസ്ഥാനവുമായിട്ട് ഈ 10-34 രൂപതയുള്ള ഈ ശ്രീമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി മാത്രം 10 കൊല്ലമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ കോടിക്കണക്കിന് ഒരുപാട് ചെലവ് വന്നിട്ടുണ്ട്. ഈ ഒരു സംഘം, ഒരു വലിയ സംഘം ആളുകൾ ഇതിന്റെ പിന്നിൽ, ഒരു വലിയ സംഘം 100-300 പുരോഹിതരും ഇതിന്റെ പുറകെ നടക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമാണ് 10 കൊല്ലം കൊണ്ട് നടക്കുക. ഈ രീതിയിലുള്ള ഫണ്ട് എവിടുന്ന് കിട്ടി? സഭയെ വെല്ലുവിളിക്കാൻ ഇവർക്ക് ഫണ്ട് എവിടുന്ന് കിട്ടി? എത്രയോ തവണ വത്തിക്കാൻ പോവുകയും ഡൽഹി പോവുകയും വിമാനക്കൂലിയിൽ മാത്രം കോടിക്കണക്കിന് രൂപ ഇവർക്ക് ചെലവായിട്ടുണ്ട്. എവിടുന്ന് കിട്ടി ഈ ഫണ്ടൊക്കെ? അപ്പം ഇത് ഇവർക്ക് വെളിപ്പെടുത്തണ്ടേ? ഇത് ചോദിക്കുമ്പോഴത്തേക്കും ഇവരുടനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് MAB ചോദ്യം ചെയ്തു, അത് ചോദ്യം ചെയ്തു. അതൊക്കെ ഒരു വശത്ത് നടന്നോട്ടുന്നേ. അതൊക്കെ സർക്കാർ സംവിധാനമാണ്. സർക്കാർ സംവിധാനത്തിൽ അത്ര അന്വേഷണമൊക്കെ ഉണ്ടാവും. അതിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നെങ്കിൽ അവർ മറുപടി കൊടുത്തോളും. അവര് അതിന്റെ കാര്യങ്ങളൊക്കെ നീക്കാൻ സഭയ്ക്ക് അറിയാം. ഇവരോട് ചോദിക്കുന്നതിന് ഉത്തരം പറയും. ഇവര് സഭയെ വെല്ലുവിളിച്ച് ഈ 10 കൊല്ലമായിട്ട് പോയപ്പോ ഇവർക്ക് ഒന്നാമത് സഭയെ, കത്തോലിക്ക സഭയെ വെല്ലുവിളിക്കാൻ ഇവർക്ക് ധൈര്യം എവിടുന്നുണ്ടായി? ഇവർക്ക് മാനസികവും ശ്രീ കെന്നഡി, ഇവർക്ക് പുറത്തു നിന്നും ഒരു സഹായം കിട്ടി, അതിന് ഫണ്ട് ചെയ്യപ്പെട്ടു എന്ന ആക്ഷേപം അത് ശരി തന്നെയെന്ന് കരുതുക. അത് PFI തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിനെന്തെങ്കിലും തെളിവുകൾ ആ തരത്തിലുണ്ടോ? കാരണം ആ പ്രസ്താവന, ആ സംഘടനയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ അതൊരു കമ്മ്യൂണൽ സ്പ്ലിറ്റിന്റെ സ്വഭാവം ഉണ്ടാക്കും എന്നതുകൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. അല്ലാതെ PFIയോട് യാതൊരു സ്നേഹം കൊണ്ടല്ല പറയുന്നത്. അല്ല, ഈ ഒരു റിഫ്റ്റ് എന്ന് പറയുന്നത്, ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലൊരു റിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഈ കണ്ണടച്ചാൽ ഇരുട്ടാവില്ലോ കുറച്ച് നാളായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം അത് രമ്യതപ്പെട്ടു പോകുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ രമ്യതപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഇന്ന് കേരളത്തിൽ മാത്രമോ അല്ലെ ഇന്ത്യയിൽ മാത്രമോ നിൽക്കുന്ന ഒരു വിഷയമല്ല ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ലോകത്താകമാനം ജനം കഷ്ടപ്പെടുകയാണ്. ലോകത്താകമാനം ഈ ഒരു ഐഡിയോളജി കൊണ്ട് ജനം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അത് നമ്മൾ വിചാരിച്ചാൽ പെട്ടെന്ന് നിയന്ത്രിക്കാവുന്നതോ അല്ലെങ്കിൽ തീരാവുന്നതോ അല്ല. അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭ നേരിടുന്ന പ്രശ്നം, ഞങ്ങളുടെ ആളുകൾ നേരിടുന്ന പ്രശ്നം പറയാതിരിക്കാനാവില്ല. പക്ഷെ അത് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കിയ എളുപ്പമല്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്റർനാഷണൽ ഐഡിയോളജി. അതൊരു ഗ്ലോബൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അതിനെ ഒരു റീജിയണൽ തലത്തിൽ നമുക്ക് തീർക്കാൻ കഴിയില്ല. ശരി, ശ്രീ കെന്നഡി തുടരും. എന്തായാലും ആഗോള സാഹചര്യവും തർക്കങ്ങളും അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് തൊട്ട് മുമ്പിൽ നടന്ന ഒരു കാര്യമാണ്. ശ്രീ PP ജോസഫ്, ഗ്ലോബൽ കാത്തലിക് കോൺഗ്രസിന്റെ പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PP ജോസഫ്, ആൻഡ്രൂസ് താഴത്തിന്റെ ആക്ഷേപം അങ്ങേറ്റം ഗൗരവതരമാണ്. അതിൽ PFI എന്ന സംഘടനയുടെ പേര് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഇടപെട്ടു എന്ന കാര്യം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന് കിട്ടിയ അറിവ് അദ്ദേഹം ഒരു ലേഖനത്തിൽ പങ്കുവെക്കുന്നത്. ഈ സഭാ തർക്കത്തിൽ ഒരു PFI പോലെ ഒരു സംഘടന ഇടപെട്ടു എന്ന് പറയുന്നത് എന്ത് തെളിവുകളാണ് അദ്ദേഹം ഉണ്ടാവുക അദ്ദേഹത്തിന്? കാരണം ഇത് പുറത്തേക്ക് വരുമ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന കമ്മ്യൂണൽ സ്പ്ലിറ്റിൻ്റെ സാധ്യത, ഒരു തീപ്പൊരി വീണാൽ മതി, അത് പൊട്ടിത്തെറിക്കും. അതാണ് കേരളത്തിൻ്റെ പൊതു സാഹചര്യം. നമുക്ക് മുന്നിൽ അനുഭവങ്ങൾ നിരവധി ഉണ്ട് താനും. അപ്പോൾ ഇത് ആ തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണോ പറയുന്നത്? നമ്മൾ ഈ കാര്യത്തെ പറ്റി പറയുമ്പോൾ PFIയെ മുസ്ലിം സമുദായത്തെ ഒന്നായി കാണരുത്. PFI ഈ രാജ്യത്തെ ഒരു നിരോധിത സംഘടനയാണ്. തീവ്രവാദപരമായ കാര്യങ്ങൾ നടത്തുന്നതിനും മറ്റു മതസ്ഥരിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത പ്രത്യേകമായ അവരെ എതിർക്കുന്നവരെ കൊല്ലാൻ വരെയുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടന എന്ന് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അതിനെ നിരോധിച്ച് അതിന്റെ നേതാക്കന്മാരെ ജയിലിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് മുസ്ലിം സമുദായത്തിന് എതിരെ എന്ന് പറയുന്നതിന് തെറ്റാണ്. അങ്ങനെയല്ല. ഇത് PFI എന്ന് പറയാൻ കാരണം ഉണ്ടാക്കി തന്നെ
നമുക്കറിയാം 10 വർഷം മുമ്പ് ഫ്രാങ്കോ ബിഷപ്പിനെതിരെ ബലാത്സംഗ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കിന് ആ സമയത്ത് വഞ്ചിസ്കോർ ആരും മറന്നുപോയിട്ടില്ല. അവിടെ നിരവധി ആൾക്കാർ ഇവരുടെ PFIയുടെ കീഴിലുള്ള സ്കൂളുകളിൽ നിന്നും തട്ടം ഇട്ടുകൊണ്ട് വരെ ആൾക്കാർ കൊച്ചു കുട്ടികളെ അടക്കം കൊണ്ടുവന്ന് അവിടെ സമരം നടത്തി നമുക്കറിയാം. അതായത് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. അവിടെ PFI പ്രത്യക്ഷത്തിൽ വന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ സാമുദായികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ അത് സാധിക്കും. അത് കണക്കിന് എറണാകുളത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കത്തോലിക്ക സഭയുടെ ഈ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനെ എതിർക്കുവാൻ വേണ്ടി അവിടുത്തെ ഏതാനും ചില നക്സൽ ബന്ധം വരെ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ചില അച്ഛന്മാരും അവിടുത്തെ ചില ആത്മായ മുന്നേറ്റം പോലെയൊക്കെയുള്ള അതിൻ്റെ അകത്തെ നേതാക്കന്മാരും അവരുടെയൊക്കെ കോടിക്കണക്കിന് കടങ്ങൾ വരെ വീട്ടപ്പെട്ടെന്നുള്ളത് വസ്തുതാപരമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാർ അവിടെ പരസ്യമായി കത്തോലിക്ക സഭയ്ക്കെതിരെ യാതൊരു കാരണമില്ലാതെ ചില കുർബാനയുടെ പേരിലുള്ള നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ സ്ഥിരമായി പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് വരുമ്പോൾ അതിനെ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണത്. അത് തന്നെയാണ് ഇപ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പിതാവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിതാവിനെക്കാളും കൂടുതൽ എന്തെങ്കിലും വസ്തുതാപരമായി തെളിവുകളോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ആരെന്തെങ്കിലും ഉള്ള മറുപടികൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തള്ളിക്കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കുക. ശരി, PP ജോസഫ്, ഒരു കാര്യം കൂടി. നമുക്കറിയാം, ഈ സഭയിലെ തർക്കം, ആ കുർബാന തർക്കത്തിനൊരു താൽക്കാലിക പരിഹാരമെങ്കിലും ഉണ്ടായി ഒരു വെടിനിർത്തലിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവനയും ആക്ഷേപവും പുറത്തു വരുന്നത്. അൽമായ മുറ്റേറ്റം പോലെയുള്ള ഒരു വിമത നീക്കം നടത്തിയെന്ന് ആക്ഷേപിക്കുന്നവർക്ക് പിന്നിൽ വേറൊരു ഫണ്ടിങ് ഏജൻസി ഉണ്ടായിരുന്നു, വേറെ ഇടപെടലുണ്ടായി എന്ന് ഇപ്പോൾ തുറന്നു പറയുന്നത് ചുരുങ്ങിയ പക്ഷം സഭയിലെ തർക്കം ഒന്നുകൂടെ മൂർച്ഛിക്കാനല്ലേ ഇടവെക്കുകയുള്ളൂ. ഇല്ല, സഭയിലെ തർക്കം എന്ന് പറഞ്ഞാൽ സഭയിലെ തർക്കം അങ്ങനെയല്ലല്ലോ. സഭയിലെ തർക്കം ചില കാരണങ്ങളാൽ അത് താത്വികമായ ഒരു നിലപാടിനെതിരാണെങ്കിൽ കുഴപ്പമില്ല. താത്വികമായ നിലപാടിനെതിരല്ല. അതിൻ്റെ അകത്ത് അവിടുത്തെ ഏതാനും ചില വൈദികരും വിശ്വാസികളല്ലല്ലോ, ഏതാനും ചില അതിന്റെ മുൻപിൽ നിൽക്കുന്നവരോട് കൂടി ചെയ്തു കൂട്ടിയതിന്റെ കാര്യങ്ങളെന്നുള്ളേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ സഭ അത് പരിഹരിക്കട്ടെ. പക്ഷേ ആ തർക്കങ്ങളിലൊക്കെ ഇടപെടാൻ തക്ക വിധത്തിൽ പാകത്തിൽ ആൾക്കാർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം. അന്ന് ഈ അൽമായ മുന്നേറ്റുമ്പോൾ അതിൻ്റെ അകത്ത് മുമ്പിൽ നിന്നിരുന്ന വൈദികരെല്ലാം സ്ഥിരമായി ഈ PFIയുടെ വേദികളിൽ വരെ പോകുമായിരുന്നു. ഓരോ കാര്യങ്ങളിൽ പോവുകയും അവർക്ക് വേണ്ടി അനുകൂലമായി പ്രസംഗിക്കുകയും അങ്ങനെ ആ രീതിയിലുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിലപാടുകൾ എടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അത് അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള അവർക്ക് ധൈര്യം വരണമെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. അത് ന്യായമായൊരു സംശയമാണ്. അതിനപ്പുറം പോകേണ്ട കാര്യമില്ല. അതൊരു സമുദായ സ്പർദ്ധകളുടെ കാര്യമോ കമ്മ്യൂണൽ വയലൻസിന്റെ കാര്യമല്ല. മുസ്ലിം സമുദായം വേറെ, PFI വേറെ. ഇത് രണ്ടാണ്, രണ്ടും ഒന്നല്ല. നമ്മളതിനെ രണ്ടിനും ഒന്നായി കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പൊ ക്രിസ്തു മതത്തിലൊരു തീവ്രവാദ സംഘടന അതിനെ നമ്മൾ തള്ളി പറയും. അത് കണക്കിന് ആ മതത്തിലുള്ളവരും PFI തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദപരമായ കാര്യങ്ങൾക്കകത്തെ ഒരു ഭാഗമാണിത്. ഇപ്പൊ നമ്മള് ബൊക്കോറാം നൈജീരിയയിൽ 100 കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും, അവരെ കൊണ്ട് അവിടെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇവിടെ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങൾ ലോകത്തിന്റെ പരമാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വേർഷനാണ് ഈ പറയുന്ന ഈ ചെറിയ കേരളത്തിൽ സമുദായ സൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ സമുദായങ്ങൾ ആരും വെട്ടാനും കൊത്താനും പോകത്തുണ്ട്. അവിടെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി ഈ സംഘടന കടന്നു വരുന്നതാണെന്നാണ് ആൻഡ്രൂസ് സ്ഥാനത്ത് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് നിഷേധിക്കത്തക്കായിട്ടൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. ശരി, PP ജോസഫാണ്. വളരെ നന്ദി പ്രതികരിച്ചത്. എന്തായാലും ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന ചർച്ചകൾ ചെറുതായിരിക്കില്ല. കാരണം ഗുരുതരമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായി PFI നിരോധിത സംഘടനയാണ്. പക്ഷേ ആ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ചെറുതല്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതൊരു പുതിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന ആക്ഷേപമൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം തന്നെ സഭയ്ക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുണ്ട്.